ഹലോ എവ്രി വൺ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എൻ്റെ മക്കളോട് പറയാനാണ് മിസ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ എല്ലാവരും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ പബ്ലിക് എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ രണ്ട് ടൈം ടേബിൾ എൻ്റെ മക്കൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇൻഡിപെൻഡൻറ്റ് സ്കൂൾസിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ടൈം ടേബിൾ ഉണ്ട്. അതുകൂടാതെ തന്നെ അറ്റാച്ച്ഡ് സ്കൂൾസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ടൈം ടേബിൾ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കണ്ട് കൺഫ്യൂഷനൊന്നും അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇൻഡിപെൻഡൻറ്റ് സ്കൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു LP സ്കൂൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ UP സ്കൂൾസ് ആയിരിക്കാം. അവിടെ ഹൈസ്കൂൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് സ്കൂൾസിൻ്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അറ്റാച്ച്ഡ് സ്കൂൾസിൻ്റെ കേസ് ആണെങ്കിൽ അവിടെ ഹൈസ്കൂളും കൂടി അറ്റാച്ച്ഡ് ആയിരിക്കും. അതായത് നിങ്ങൾ പഠിക്കുന്ന സ്കൂൾസിൽ 10 +1 +2 SSLC +1 +2 ഉണ്ടെങ്കിൽ അത് നമ്മുടെ അറ്റാച്ച്ഡ് സ്കൂൾസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് സ്കൂൾസിൻ്റെ കേസിലാണെങ്കിൽ മാർച്ച് 21 നമ്മുടെ പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് എക്സാം ആണ് മക്കളെ. അപ്പോൾ ഈ ലാസ്റ്റ് എക്സാമിൽ നിങ്ങൾ ഇത്രയും കാലം എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ലൈവ് ക്ലാസ്സസ് ആയിക്കഴിഞ്ഞാലും വീഡിയോസ് ആയിക്കഴിഞ്ഞാലും ഇനി എക്സ്ട്രാ കണ്ടന്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ എക്സ്ട്രാ ഷോർട്സ് ആയിക്കഴിഞ്ഞാലും എല്ലാം നമ്മുടെ ഈ ഒരു ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി നമ്മുടെ എക്സാം മാസമാണ്. അപ്പോൾ ഈ ഒരു എക്സാം മാസം നമ്മൾ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ചതിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫുൾ കോൺഫിഡൻസോടെ ഇരിക്കുക. നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പബ്ലിക് എക്സാമിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ പബ്ലിക് എക്സാം എന്ന് വിചാരിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ ടെൻഷനൊന്നും അടിക്കേണ്ട ഒരു ആവശ്യമില്ല. പബ്ലിക് എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ടെസ്റ്റ് ചെയ്യാനുള്ള എക്സാമാണ്. ഇത്രയും കാലം നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള എക്സാമാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ വേറൊരു പുതിയ ക്ലാസ്സിലോട്ടും പുതിയ ടെക്സ്റ്റ് ബുക്കും പുതിയ പാഠങ്ങളൊക്കെ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് പഠിച്ചു എന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ഫുൾ മാർക്ക് എന്തായാലും മേടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും നമ്മുടെ എക്സാം വിന്നറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. സോ കറക്റ്റായിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാണുക. കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മുടെ ക്ലാസ് 4ൻ്റെ ഇൻഡിപെൻഡൻറ്റ് സ്കൂൾസിൻ്റെ ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മാർച്ച് 21 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. രാവിലെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഈ ഒരു കറക്റ്റ് ഓർഡറിൽ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം. നമുക്ക് ഫുൾ സെറ്റാക്കാം, അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ഇനി നമ്മുടെ അറ്റാച്ച്ഡ് സ്കൂൾസിൻ്റെ ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മാർച്ച് 28 എക്സാം സ്റ്റാർട്ട് ചെയ്യുക. രാവിലെ തന്നെ ആയിരിക്കും മക്കൾക്ക് എക്സാം ഉണ്ടായിരിക്കുക. കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഓരോ ടൈം ടേബിളും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഫുൾ സെറ്റായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക.